ഒരു പെണ്ണിന്റെ വസ്ത്രധാരണങ്ങളിൽ അവൾ ശരീരം മുഴുവൻ മറച്ചാൽ പോലും മാ യസിഫു വയശിഫു, ശരീരത്തിന്റെ അവയവങ്ങളെ കാണിക്കുന്നതും ശരീരത്തിന്റെ തൊലി നിറം റിവീൽ ചെയ്യുന്നതുമായ വസ്ത്രം ഒരു പെണ്ണിന് ധരിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. രാഹുൽ ഈശ്വറിന് ഇപ്പോൾ മസല എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ, അദ്ദേഹത്തിന്റെ പരിമിതികളുണ്ട്. അദ്ദേഹം പറഞ്ഞു സഭ്യത വേണം. അത് പറയുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താ ചോദ്യം? അതൊക്കെ ആക്കി ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആണും പെണ്ണും എന്ന് പറയുന്നത് ഇത് മെഷീനല്ലല്ലോ, ബോധമുള്ള രണ്ട് എൻറ്റിറ്റികളല്ലേ. വൈകാരികമായ ചിന്തകൾ മനുഷ്യന് വരൂലേ? അവരുടെ സ്വന്തം വീടുകളിലെ അവരുടെ പെങ്ങളും ആങ്ങളെയും ഉമ്മയും അവർ മറക്കേണ്ട സ്ഥലം മാത്രം മറച്ച് ബാക്കിയൊക്കെ കാണിച്ചു നടന്നാൽ ഇവന്മാർ പറയോ അവർ സഭ്യതയുള്ള വസ്ത്രമാണ് ധരിച്ചതെന്ന്? അതിനൊരു രേഖയുണ്ട് മനുഷ്യന്റെ മനസ്സിലും ചിന്തയിലും മനുഷ്യന്റെ പെർസെപ്ഷനിലും. അത് ആണും പെണ്ണും മനസ്സിലാക്കണം. പക്ഷെ അങ്ങനെ ഒരാൾ വസ്ത്രവിധാനം മോശമായി ചെയ്തതിന്റെ പേരിൽ ഒരാണും നോക്കരുതെന്നാണ് ശരീഅത്തിന്റെ ഭാഷ്യം. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, സത്യവിശ്വാസികൾ കണ്ണു ചിമ്മണം, പെണ്ണുങ്ങളും കണ്ണു ചിമ്മണം, അരുതാത്തത് നോക്കരുത്. പക്ഷേ മനുഷ്യൻ നോക്കിപ്പോകാൻ ഇടയുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ഖുർആൻ